എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാതെ ചില വാഹനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് മിറർ അഡ്ജസ്റ്റ്മെന്റ്. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാതെ ചില വാഹനങ്ങൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ട്. എക്സ്പേർട്ട് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ഈ അവസ്ഥ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാതെ പോകുന്ന ആ ഒരു സ്പോട്ടുകളെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വണ്ടിയുടെ ഡോറിന്റെ സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെയൊക്കെ നമ്മൾ നോക്കും, പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നോക്കും. അങ്ങനെ നോക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ദൃഷ്ടിയിൽ ചില വാഹനങ്ങൾ പെടാറില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോബ്ലം സംഭവിക്കുന്നത് ഹൈവേ പോലെയുള്ള റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ്. കാരണം നല്ല തിരക്കുള്ള റോഡാണ്, എപ്പോഴും വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒരു പരിധിവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബ്ലൈൻഡ് സ്പോട്ട് മനസ്സിലാക്കി മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിക്കാം. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 പോയിന്റ്സ് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ സീറ്റ് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് ആനുപാതികമായിട്ടായിരിക്കണം നിങ്ങൾ വാഹനത്തിന്റെ ഉള്ളിലുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം നമ്മൾ സീറ്റിൽ കയറി ഇരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കൃത്യമായിട്ടും കാണണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ മിററിൽ മാറി മാറി നോക്കി വേണം ഓടിക്കുവാൻ. അതായത് അതിന് ഉദാഹരണം പറയാം. ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നമ്മൾ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഡോറിന്റെ സൈഡിലുള്ള മിററിലൂടെ ഒന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും നമ്മളുടെ നോട്ടം റോഡിലേക്കായിരിക്കുക. സ്റ്റിയറിംഗ് കൃത്യമായിട്ടും കൺട്രോൾ ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിലെ ഡോറിന്റെ ഭാഗത്ത് വരുന്ന മിററിലൂടെ ഒന്ന് നോക്കി ഈ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് നോക്കി വേണം ഒരു വാഹനം ഓടിക്കുവാൻ. ഒരു കാരണവശാലും ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുവാൻ പാടില്ല. എല്ലായിടത്തും നിങ്ങളുടെ ദൃഷ്ടി കൃത്യമായിട്ടും ചെന്നിരിക്കണം. കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ മിററിനെ നമുക്ക് 3 തരംതിരിക്കാം. അതായത് 1 കാർ ബോഡി ഏരിയ, 2 റോഡ് ഏരിയ, 3 സ്കൈ ഏരിയ. കാർ ബോഡി ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മിററിലേക്ക് നോക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ എനിക്ക് നോക്കിയാൽ കൃത്യമായിട്ടും വണ്ടിയുടെ ഡോർ ഹാൻഡിൽ ക്ലിയർ ആയിട്ട് കാണാം. വണ്ടിയുടെ ബാക്കിലെ ആ ഒരു എൻഡ് ഭാഗവും എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ഒരു 10% കാണാവുന്ന രീതിയിൽ നിങ്ങൾ മിറർ ബോഡി കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ റോഡ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 50% നിങ്ങൾക്ക് റോഡ് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു 40% സ്കൈ കാണാവുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ഈ ഒരു ബോഡിയുടെ ഈ ഒരു ഭാഗം ഒരു 10% കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റോഡ് നമുക്കൊരു 50% കാണണം. സ്കൈ മേളിലേക്ക് നമുക്ക് കാണേണ്ടത് ഒരു 40%. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ വ്യൂ കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മൾ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെ ചെയ്യണം? ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക. അതായത് വണ്ടിയുടെ എൻ്റെ ആ ഡോർ ഹാൻഡിൽ ഒരു 10% കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് വെക്കരുത്. നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ഒരു വ്യൂ കിട്ടത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മാറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ബാക്കിലെ വിൻഷീൽഡ് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വേണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാൻ. മിററിലൂടെ നമ്മൾ കാണുന്നു. ഇവിടുന്ന് കടന്നതിന് ശേഷം നമ്മൾ പിന്നീട് നോക്കേണ്ടത് ഈ റിയർ വ്യൂ മിററിലൂടെയാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഡോറിന്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു 10% വണ്ടിയുടെ ബാക്കിലെ ആ ഡോർ ഹാൻഡിൽ ഉൾപ്പെടെയുള്ള ബോഡി ഭാഗം കാണുന്ന രീതിയിൽ 10% നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു 50% റോഡ് കാണാവുന്ന രീതിയും ഒരു 40% സ്കൈ കാണാവുന്ന രീതിയിലും വേണം നമ്മൾ ഡോറിന്റെ സൈഡിലുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാനായിട്ട്. ഇനി എങ്ങനെയാണ് പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക.
ഈ ഒരു മിററിലൂടെ കണ്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ മിററിൽ നിന്നുള്ള കാഴ്ച നമുക്ക് ഇല്ലാതാവും. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് മിററിലൂടെ കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ ഒരു വാഹനം അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ട്. ഈ ഒരു മിററിലൂടെ നോക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയെ നമുക്ക് കാണാതായി എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് വരുന്ന മിററിലൂടെയാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ വാഹനത്തിന്റെ 3 മിററിലും മാറി മാറി നിങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ നോട്ടം ചെന്നിരിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ജഡ്ജ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വണ്ടിയുടെ മിറർ എങ്ങനെ പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. ഇനി ബ്ലൈൻഡ് സ്പോട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കുറെ കൂടെ വൃത്തിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാർ ബോഡി ഏരിയ എന്ന് പറയുന്ന ആ 10% കൂടെ മാറ്റി നമ്മൾ കുറച്ചും കൂടെ മിറർ വൈഡ് ആക്കി റോഡ് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ കുറെ കൂടെ നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിലൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം മറ്റൊന്നുമല്ല, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കൃത്യമായിട്ടും ജഡ്ജ് ചെയ്യുവാൻ സാധിക്കത്തില്ല. ജഡ്ജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനവുമായിട്ട് എത്ര ചേർന്നാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനം വരുന്നത്, അല്ലെങ്കിൽ എത്ര സ്പേസ് ഇട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ഒരു കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടിരിക്കണം. കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രയധികം അകലത്തിലാണ് അല്ലെങ്കിൽ അടുത്താണ് ആ വാഹനം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു ഹൈവേ പോലെയുള്ള റോഡിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഒരു ടേൺ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ സിഗ്നൽ ഇട്ടതിന് ശേഷമേ ലെഫ്റ്റും റൈറ്റും ഒക്കെ ടേൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, പുറകിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളെയും നമുക്ക് കൃത്യമായിട്ടും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഓൾറെഡി നമ്മളൊരു സിഗ്നൽ ഇട്ടാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓവർടേക്ക് ചെയ്യാൻ കയറുകയാണെങ്കിൽ അവരൊന്നെങ്കിൽ ഹോൺ ചെയ്യും, ഇല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ്യും. സ്ലോ ചെയ്യുന്ന അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ മിററിലൂടെ ഒരു പരിധിവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചും പ്രോപ്പറായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു വാഹനത്തിൻ്റെ മിറർ മാത്രം നോക്കിക്കൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കണ്ടുപിടിച്ച് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ടേൺ എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാക്സിമം നമ്മൾ മിറർ നോക്കി ഓടിക്കുക. എന്നാൽ നമുക്ക് ഡേഞ്ചറായിട്ട് തോന്നുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നോക്കി മാത്രമേ നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള മറുപടികൾ വീഡിയോകളായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മറ്റ് വീഡിയോയും കൂടെ എല്ലാവരും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.